നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറയാമെന്ന് C++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞാൽ അതിൻ്റെ ഇതാണ്. C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. പിന്നെ ഡെവലപ്പ് ചെയ്തറിന് ബെഞ്ചമിൻ സ്ട്രപ്പാണ്. C++ എന്ന് പറഞ്ഞൊരു ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ അത് C++ ഡെവലപ്പ് ചെയ്തറിന് ബെഞ്ചമിൻ സ്ട്രപ്പാണ്. ഇതൊക്കെ നേരെ പഠിക്കണം. പിന്നെ അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ്, അതിലത്തെ ഒന്ന് ക്യാരക്ടർ സെറ്റാണ് പറയുന്നത്. C++ൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് ഒന്ന് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൽഫബറ്റ്സ് ആർ നോൺ ആസ് ക്യാരക്ടർ സെറ്റ്. അതിൽ പ്രോഗ്രാമിംഗ് ചെയ്യണ അക്ഷരങ്ങൾ ആൽഫബറ്റ്സ് ഒക്കെ പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ് എന്ന്. പിന്നെ എ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് എനി ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ എനി അതർ സിമ്പിൾസ്. ഇത് ലെറ്റർ ആവുക, ഡിജിറ്റ് ആവുക, പിന്നെ സിമ്പിൾസ് അങ്ങനത്തെ ഒക്കെ സിമ്പിൾസ് ആവുക. പിന്നെ ദ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ദ ലാംഗ്വേജ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റിന് എക്സാമ്പിളാണിത്. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടർ, വൈറ്റ് സ്പേസ്, അതർ ക്യാരക്ടർ. ലെറ്റേഴ്സ് ഉണ്ട്, ABCD, സ്മാളും ഉണ്ട്, ക്യാപിറ്റലും ഒക്കെ ഉണ്ട്. ഡിജിറ്റ്സ് 0, 1, 2, 3 അത്. ദ സ്പെഷ്യൽ ക്യാരക്ടർ പ്ലസ്, മൈനസ്, ഹാഷ് അങ്ങനത്തെ ഒക്കെ. പിന്നെ വെയിറ്റ് സ്പേസ്, ടാബ്സ്, ന്യൂ ലൈന്, ബ്രേക്ക് അങ്ങനത്തെ ഒക്കെ. പിന്നെ അതർ ക്യാരക്ടർ. C++ ആൻഡ് പ്രോസസ് എനി ഓഫ് ദ 256 ASCII ക്യാരക്ടേഴ്സ് എസ് ഡാറ്റ ഓർ ആസ് ലിറ്ററൽസ്. 256 ASCII ക്യാരക്ടേഴ്സും ഉണ്ട്. ASCII അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ASCII എന്താണെന്ന് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ അടുത്താണ് ടോക്കൺസ്. Tokens are the fundamental building blocks of the program, also known as lexical unit. ഇത് ഇതേപോലെ ടോക്കൻ്റെ പഠിക്കണം. ടോക്കൺ 5 തരം ഉണ്ട്. C++ 5 types ടോക്കൺസ്. 5 തരം ടോക്കൺസ് ഉണ്ട്. ഒന്ന് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേക്ടേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അതിൽ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ദ ടോക്കൺസ് that convey a specific meaning to the language compiler is called keywords, also known as reserved keywords. 48 keywords are available. 48 റിസർവ് ആയുള്ള കീവേഡ് ഉണ്ട്. ഇത് ശരിക്കും അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ലാംഗ്വേജ് കമ്പയർക്ക് കൊടുക്കാനുള്ളത്. പിന്നെ അടുത്ത് അത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേജ് 111 ടേബിള് 4.1. ഇതാണ് ടേബിള് കീവേഡ്സുള്ള. ഇതാണ് 48 കീവേഡ്സ്, റിസർവ് ആയിട്ടുള്ള കീവേഡ്സ്. ഒക്കെ സ്മാൾ ലെറ്ററിലാണ് എഴുതുക. ഇതൊക്കെ സ്മാളിലാണ് എഴുതുക. ക്യാപിറ്റൽ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അടുത്ത ഐഡൻറ്റിഫയർ. ദസ് ആർ യൂസർ ഡിഫൈൻഡ് കീവേഡാണ്. ഇത് യൂസർ ഉണ്ടാക്കിയൊരു അക്ഷരങ്ങളാണ്. എക്സാമ്പിൾ ഇതാ: വേരിയബിൾ നെയിം, ഫങ്ഷൻ നെയിം, ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം. ഇതൊക്കെ യൂസർ ഉണ്ടാക്കുന്നതാണ്. ഐഡൻറ്റിഫയർ ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ആർ കോൾഡ് വേരിയബിൾസ്. ഐഡൻറ്റിഫയേഴ്സ് മെമ്മറി ലൊക്കേഷനെ കോൾ ചെയ്യുന്നത് വേരിയബിൾസ് ആണ്. പിന്നെ ഐഡൻറ്റിഫയർ അസൈൻഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് ആർ കോൾഡ് ലേബിൾസ്. അത് അസൈൻ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ലേബിൾസ് എന്നാണ്. Identifier used to refer a set of statements are called functions.
ഇതിൻ്റെ കുറേ കൂടിയതാണ് ഫങ്ഷൻസ്. ടോക്കൺസിലെ മൂന്നാമത്തെയാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വാല്യൂ ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് എക്സിക്യൂഷൻ വരെ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഒരു ഇതാണ്. ലിറ്ററൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 ടൈപ്സ്. ലിറ്ററൽസ് 4 തരമുണ്ട്. ഒന്ന് ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, പിന്നെ ക്യാരക്ടർ ലിറ്ററൽസ്, പിന്നെ സ്ട്രിങ് ലിറ്ററൽസ്. ഇങ്ങനെ 4 തരമുണ്ട്. ഇൻറ്റീജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ whole number without fractional parts are known as integer constants. Its values does not change during execution വരെ ചേഞ്ച് ചെയ്യാത്താണ്. അതിനിപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. an integer constant must have least one digit and must not contain any decimal point. decimal ആയിട്ടുള്ള പോസിറ്റീവ് or നെഗറ്റീവ് ആണ്. a number with no sign is treated as positive. no other characters are allowed. അതിന് എക്സാമ്പിൾ ഇതാണ്. ഇത് 70,770 ഇതൊക്കെ എന്താ ഇൻറ്റീജർ ലിറ്ററൽസ് ആണ്. അടുത്ത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് പറയാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എ നമ്പർ വിത്ത് ഫ്രാക്ഷണൽ പാർട്ട് ആൻഡ് its value does not change during execution is called floating point literals. Real constant can be written in one of the two forms called fractional form and exponent form. The floating form എന്താണ് ഫ്രാക്ഷണൽ ഫോമും ആൻഡ് എക്സ്പോണൻറ്റ് ഫോമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ ഇതാണ്. പോയിന്റ് ഇടുക, പിന്നെ ഡയഡിൽ കണ്ട പോയിന്റ്, ഈ പോയിന്റ് ഇട്ടൊക്കെ ഫ്രാക്ഷണലാണ്. ഈ ചേർക്കുക, ഇതൊക്കെ തന്നെയാണ്. അടുത്ത് ക്യാരക്ടർ ലിറ്ററൽസ് എ valid C++ character enclosed in a single quotes. Its value does not change during execution. ഇതിൻ്റെ വാല്യൂ 4 ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട് ഉണ്ട്. നോക്കട്ടെ, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലിട്ട് എഴുതണതാണ്. എക്സാമ്പിൾ ഇതാണ്. എക്സാമ്പിൾ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലിട്ടാണ് 2 വരട്ടിട്ട് ഇതിട്ടൊക്കെ ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. അടുത്ത് സ്ട്രിങ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ കോട്ട്സിനുള്ളിലിട്ടാണ്. മറ്റേൻ്റെ ഓപ്പോസിറ്റ്. ക്യാരക്ടർ ലിറ്ററൽസ് ആണ് സിംഗിൾ കോട്ട്സ്, സ്ട്രിങ് ലിറ്ററൽസ് ആണ് ഡബിൾ കോട്ട്. ഇത് ഡബിൾ കോട്ടിന് ഹലോ 1 2 3 ഡബിൾ കോട്ട്സ് 2 സൈഡും 2 പൈസ ഇതാണ്. പിന്നെ ടോക്കൺസിലെ 4മത്തെ പഞ്ച്വേറ്റേഴ്സ് പറയാം. ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ലാംഗ്വേജ് punctuation marks are used to increase the readability, but here it used to separate the tokens. The example കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റ്, പിന്നെ ഇതാ വേറെ അടുത്തുള്ള ഇങ്ങനത്തെയൊക്കെ ചിഹ്നങ്ങൾ. ഇതൊക്കെ പഞ്ചായത്തേഴ്സിന് എക്സാമ്പിളാണ്. അടുത്ത 5മത്തെ ടോക്കൺസിൽ 5മത്തെ ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ്. These are the symbol used to perform an operation. അരിതമാറ്റിക്, ലോജിക്, റിലേഷൻ ഒക്കെ ഓപ്പറേഷൻ ആവാം, ഓപ്പറേറ്റർ ആവാം. ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഓപ്പറൻസ്. ഓപ്പറൻസ് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ ഈസ് കോൾഡ് ഓപ്പറൻസ് ആണ് ഓപ്പറൻസ്. അടുത്ത ഈ പടത്തിലെ ലാസ്റ്റത്തെ പോയിന്റ് IDE കുറിച്ച് പറയാം. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് യൂസ്ഡ് ഫോർ ഇതിൻ്റെ ഇതാണ് പോയിന്റ്സ് ആക്കി എഴുതിയെടുക്കുകയാണ്. ഇറ്റ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ്. ഇറ്റ് ഹെൽപ്സ് ടു റൈറ്റ് ആസ് വെൽ ആസ് എഡിറ്റിംഗ് ദ പ്രോഗ്രാം. അതിനെ എഡിറ്റ് ചെയ്യാൻ
This helps to compile the program and linking it to other programs. പിന്നെ it helps to run the program. റൺ ചെയ്യാനൊക്കെ ഇതൊക്കെയാണ് ഐഡിയുടെ പ്രത്യേകതകൾ. എന്തിനു ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ ഐഡി ടർബോ C++ലും പിന്നെ ജെനി ഐഡിയിലും പറയുകയാണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഐഡി അതിൻ്റെ സവിശേഷത പോയിന്റുകളും ഇതിൻ്റെ ഫുൾ ഫോം പറഞ്ഞിരിക്കണം. ഇതൊക്കെ വരും. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്. ഈ പാഠം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.